രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് അഷ്ടപതി കേൾക്കാൻ കാത്തിരിക്കുന്ന കൃഷ്ണന്റെയും രാധാറാണിയുടെയും പ്രിയപ്പെട്ട 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 ഭക്തരെ, അഷ്ടപതി കേൾക്കണമെങ്കിൽ ഭഗവാൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളെ രാധേ രാധേ എന്ന ചാനൽ സ്വാഗതം ചെയ്യുന്നു. ഇത് ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുക്കുക. അഷ്ടപതി 1 എന്ന് കൊടുത്തിട്ടുണ്ട്. എടുക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരാം. അതുകൂടാതെ കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായി 72 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ്. പിന്നെ നാരായണീയത്തിൻ്റെ ക്ലാസ് തിങ്കളാഴ്ച തൊട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ശ്ലോകമാണ് കഴിഞ്ഞത്. അടുത്ത ശ്ലോകം അടുത്ത തിങ്കളാഴ്ച വരും. പുസ്തകം ഇല്ലാത്തവരും വിഷമിക്കേണ്ട. പുസ്തകമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ശ്ലോകം അടുത്ത ഇതിൽ വീഡിയോ ആയിട്ട് ആ ശ്ലോകം ഞാൻ കൊടുക്കുന്നുണ്ട് നാരായണീയത്തിൻ്റെ. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ രോഗം വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ നാരായണീയം പാരായണം ചെയ്താൽ മതി. നാരായണീയം പാരായണം ചെയ്താൽ 2 ഗുണങ്ങൾ. ഒന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും രോഗങ്ങൾ വരില്ല. 2 മോക്ഷപ്രാപ്തി. ഇത് 2ഉം നിങ്ങൾക്ക് നാരായണീയ പാരായണം കൊണ്ട് എന്ത് ചെയ്യുന്നതാണ്, ലഭിക്കുന്നതാണ്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഏതാണ്ട് 8 എപ്പിസോഡ് വരെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിനകത്ത് ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിശ്ചയമായിട്ടും ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നുള്ളത് നിങ്ങൾ കേൾക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു, ബന്ധം ഒഴിഞ്ഞിട്ടുള്ളതും മാനസികമായി ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞിരിക്കുന്നവരും അവരും അവരുടെ മക്കളും നിശ്ചയമായും കണ്ടിരിക്കണം. നിങ്ങളുടെ പെൺമക്കൾ വഴിതെറ്റാതിരിക്കാൻ
പ്രണയം വിജയിക്കാൻ വശ്യമന്ത്രം ഉൾപ്പെടെയുന്നുണ്ട്. അതും നിങ്ങൾ കാണണം. പ്രത്യേകിച്ചും നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അരികിലില്ല, ദൂരെയാണ് പോയി പഠിക്കുന്നതെങ്കിൽ ഓരോ മാതാപിതാക്കളും അത് കാണും. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ഭക്ത മീരയുടെ കഥകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആ ചാനലിലുണ്ട്. അസ്ട്രോളജി ഉണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, വർഷത്തിൽ ജനിച്ചവരുടെ ഫലം. അസ്ട്രോളജിയൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തികച്ചും സൗജന്യമാണ്. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. 9645333999 നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ രാധേ ചാനലിൻ്റെ അംഗങ്ങളായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പുതിയ അംഗങ്ങൾ ഒരുപാടുണ്ട്, അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമുക്ക് രാധേ തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ്, നിങ്ങളുടെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്കും നിങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മാക്ക് ജയ്. എൻ്റെയും നിങ്ങളുടെയും സർവ്വ പാപങ്ങളും ഇല്ലാതാക്കുന്ന സാക്ഷാൽ രാധാറാണി അമ്മാക്ക് ജയ്. അപ്പം നമ്മൾ അഷ്ടപതിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് അഷ്ടപതി അധ്യായം 8 6ാമത്തെ ശ്ലോകത്തിലേക്കാണ് കടക്കുന്നത്. അപ്പം ആ ശ്ലോകം നമുക്കിന്ന് പാടിത്തന്നിരിക്കുന്നത് ഞങ്ങളുടെ രാധേ ഗ്രൂപ്പിലെ അംഗമായിട്ടുള്ള വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മി വളരെ മനോഹരമായിട്ട് നല്ല താളത്തോടുകൂടി നല്ല ശ്രുതിയോടുകൂടി വിജയലക്ഷ്മി ഇത് പാടിത്തന്നിരിക്കുകയാണ്. അഷ്ടപതി പാടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അതിലെ ഏതെങ്കിലും ഒരു ശ്ലോകം പാടി അയച്ചു തന്നാൽ മതി. മുമ്പ് അയച്ചു തന്നിട്ടുള്ളവർ ഞാൻ ഒരുപാട് പേര് വരുന്നതുകൊണ്ട് വിട്ടുപോകുന്നതാണ്. അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. അങ്ങനെ ഓർമ്മിപ്പിച്ചതാണ് ഈ വിജയലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പോൾ വിജയലക്ഷ്മി അതിമനോഹരമായി പാടാൻ പോവുകയാണ്. നിങ്ങളത് കേൾക്കുക. അതിനുശേഷം ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. प्रतिपदमिदमपि निगदति माधव चरणे तव पतिताहं त्वयि विमुखे मयि सपदि सुतानिधिरवि तनुते तनुदाहम् साविरहे तव दीना माधव भवादिव भावनया त्वयि लीना मनसि च विशिख साविरहे तव दीना कृष्णा ഭാവനയാ ത്വയീന. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി നല്ല മനോഹരമായിട്ടത് പാടിത്തന്നത് കേട്ടല്ലോ. അതേപോലെ തന്നെ എൻ്റെ രാധേ കുടുംബത്തിലെ അംഗങ്ങളെ, നിങ്ങൾക്ക് രാധാറാണിയെക്കുറിച്ചുള്ള വിവരങ്ങളും എൻ്റെ രാവിലെയുള്ള ഗുഡ് മോർണിംഗ് മെസ്സേജസും രാധാജിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രഹിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങളെ ഞാൻ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. രാധാമാധവൻ ജനറൽ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം നിങ്ങൾക്ക് രാധേ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങളത് അയച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അവർക്ക് വളരെ വിലപ്പെട്ട എന്തെങ്കിലും ഒരെണ്ണം, പുതുമയുള്ള ഒരെണ്ണം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അവരെ പെട്ടെന്ന് മോക്ഷത്തിലേക്ക് നയിപ്പിക്കുന്ന ഒരെണ്ണം കൊടുക്കണമെന്ന് തോന്നി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ചാനലിൽ നല്ലൊരു പങ്കും കൃഷ്ണഭക്തരാണ്.
ആ കൃഷ്ണ ഭക്തർക്ക് കൃഷ്ണനെ അറിയണമെങ്കിൽ ബുദ്ധനെയും കൂടെ അറിഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം കൃഷ്ണൻ പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണന്റെ അവതാരമായ ബുദ്ധനിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉടൻ തന്നെ ബുദ്ധന്റെ ജീവിതകഥയും പറയും. അതോടൊപ്പം തന്നെ ബുദ്ധ ഭഗവാന് ബോധോദയം കിട്ടിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും നമുക്ക് ആ നിലയിലേക്ക് എത്താൻ എന്ത് ചെയ്യണമെന്നുള്ളതെല്ലാം ചേർത്ത് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ധർമ്മപദം. അദ്ദേഹം അല്ല പുസ്തകം എഴുതുന്നത്, ശിഷ്യന്മാർ കേട്ടിട്ട്. അത് പാലിയിലാണ് എഴുതിയിരിക്കുന്നത്. ആ പുസ്തകമൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പാടാണ്, പുസ്തകമൊന്നും വേണ്ട. പക്ഷെ ഒരു പുസ്തകവും ഇല്ലാതെ ഞാൻ ഉടൻ തന്നെ ബുദ്ധൻ്റെ ജീവിതകഥയും നിങ്ങളെ അവതരിപ്പിക്കുന്നതാണ്. ബുദ്ധ കഥകളും നിങ്ങൾക്ക് കേൾക്കാം, ബുദ്ധൻ്റെ ജന്മാന്തര കഥകളുമുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഏതും കൂടെ പഠിപ്പിക്കും, ധർമ്മപദവും നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ധർമ്മപദമൊക്കെ കേട്ടിരിക്കണം. ശരിക്കും കൃഷ്ണൻ ആരാണെന്ന് അറിയണമെങ്കിൽ ബുദ്ധനെ നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. കൃഷ്ണന് 2 മുഖമുണ്ട്. ഒരു മുഖം അവിടെ കണ്ടു, രണ്ടാമത്തെ മുഖമാണിത്. ആ ധർമ്മപദത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കൊടുത്ത വീഡിയോയുടെ കൂടെ അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. കാത്തിരിക്കുക. രാധേ രാധേ ചാനലിൽ രാധേ രാധയുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് കൃഷ്ണന്റെ അവതാരമായ ബുദ്ധന്റെ കഥയ്ക്കായി കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ പറയാം. പ്രതിപദ മിതമഭി നിഗദതി മാധവ ചരണേ തവ പതിതാഹം ത്വയി വിമുഖേ മയി സപദി സുധാ നിധിരഭി തനുദേ തനുദാഹം. പിന്നെ സ്ഥിരം പറയുന്നൊരു വരിയുണ്ട്, അത് എല്ലാത്തിലും ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സാ വിരഹേ തവ ദീന മാധവ തവ വിരഹേ മനസ്സിജ വിശുക ഭയാദിവ ഭാവനയ തൊയിലീന, അതെല്ലാത്തിലും ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ അർത്ഥം എഴുതിക്കോ. പ്രതി എന്ന് പറഞ്ഞാൽ എല്ലാം, എവരി എന്നർത്ഥം, എല്ലാം, എവരി. അടുത്ത വരി എഴുത്. പ്രതിപദമിതമഭി, അത്രയും ചേർത്ത് എഴുത്. പ്രതിപദമിതമഭി, അർത്ഥം ഓരോ കാൽവയ്പിലും. എഴുതിക്കോ അർത്ഥം. ഓരോ കാൽവയ്പിലും അല്ലെങ്കിൽ ഓരോ നിമിഷവും. അങ്ങനെ 2 അർത്ഥം പറയാം. ഓരോ കാൽവയ്പിലും അല്ലെങ്കിൽ ഓരോ നിമിഷവും. നിഗദതി, അർത്ഥം എഴുതിക്കോ. നിഗദതി, പറയുന്നു, സ്പീക്സ് എന്നർത്ഥം. നിഗദതി, പറയുന്നു. ചരണം, അർത്ഥം എഴുതിക്കോ. പാദം, ചരണം, പാദം. പതിതാഹം, പതിതാഹം, അർത്ഥം എഴുതിക്കോ. വീണിരിക്കുന്നു. പതിതാഹം, വീണിരിക്കുന്നു. ത്വയി, ത്വയി നീ, ത്വയി നീ. വിമുഖേ, വിമുഖേ താല്പര്യമില്ലാതെ, വിമുഖേ താല്പര്യമില്ലാതെ. മയി, മയി എന്നിൽ, മയി എന്നിൽ. സപതി, സപതി ഇപ്പോൾ. സുധാനിധി, സുധാനിധി ചന്ദ്രൻ, ചന്ദ്രൻ. തനു ശരീരം. ദാഹം, ഇവിടെ ദാഹത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ദാഹമല്ല, ദഹിപ്പിക്കുന്നെന്ന്. അഗ്നി ദഹിപ്പിക്കുന്നത് പോലെ ദഹിപ്പിക്കുന്നു. ആദ്യം ആ വരിയും അതിൻ്റെ ഇതും ഒന്ന് ഓടിച്ചു വായിച്ചിട്ട് അതിൻ്റെ നമുക്ക് മീനിങ്ങിലേക്കൊക്കെ നമുക്ക് കടക്കാം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്ന? പ്രതിപദമിതമഭി, രാധാറാണി തൻ്റെ ഓരോ കാൽവയ്പിലും നിഗദതി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാധവ, അല്ലയോ കൃഷ്ണ. ആ മാധവ എന്ന വിളിക്ക് വലിയ അർത്ഥമുണ്ട്, അത് ഞാൻ പറയാം. ചരണേ തവ, അല്ലയോ കൃഷ്ണ, നിന്റെ പാദങ്ങളിൽ, ചരണം താപം, നിന്റെ പാദങ്ങളിൽ രാധ വീണ് കിടക്കുകയാണ്. പതിതാഹം, പതിതാഹം വീണിരിക്കുന്നു. അപ്പം ചരണേ പതിതാഹം, നിന്റെ കാലുകളിൽ രാധാറാണി വീണിരിക്കുന്നു. ത്വയി, നീ ആകട്ടെ വിമുഖേ താല്പര്യമില്ലാതെയും ഇരിക്കുന്നു രാധാജിയിൽ. യഥാർത്ഥത്തിൽ കൃഷ്ണന് അതിയായ താല്പര്യം, പക്ഷെ അത് രാധാജി അറിയുന്നില്ല. മയി സപതി, ഇപ്പോൾ ഈ രാധാറാണിക്ക് എന്ത് പറ്റുന്നു? സുധാനിധി, തണുത്ത കിരണങ്ങളുള്ള ചന്ദ്രൻ പോലും തനുദേ, തനുദാഹം, ആ ചന്ദ്രന്റെ കിരണം തണുപ്പാണ്.
ആ തണുത്ത അമൃത് വഹിക്കുന്ന ചന്ദ്രൻ്റെ അമൃത കിരണങ്ങൾ ദേഹത്ത് വന്ന് തട്ടിയിട്ടും തനു രാധാറാണിയുടെ ശരീരം ദഹിപ്പിക്കുന്നു, ചുട്ടുപൊള്ളുന്നു കൃഷ്ണ എന്ന് തോഴി കൃഷ്ണനോട് പറയുകയാണ്. ഇനി നമുക്കതിലേക്ക് വരാം. പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, അല്ലയോ മാധവ, ഞാൻ അങ്ങയുടെ കാൽക്കൽ വീണിരിക്കുന്നു, അതായത് രാധാറാണി, അങ്ങ് എന്നിൽ താല്പര്യമില്ലാതെ ഇരിക്കുന്നു. ആ സമയത്ത് അമൃത് ചൊരിയുന്ന ചന്ദ്രൻ പോലും, ചന്ദ്രൻ്റെ രശ്മികൾ പോലും എൻ്റെ ദേഹത്തെ ചുട്ടുപൊള്ളിക്കുന്നു. ഇങ്ങനെ ഓരോ ചുവടും വയ്ക്കുമ്പോൾ രാധാറാണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വെക്കുന്നത്. ഓരോ കാൽവയ്പ്പിലും ഇപ്പം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ, ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു പാദം വെച്ച് അടുത്ത പാദം വെച്ച് അതിൻ്റെ അടുത്ത പാദം വെച്ച്, അപ്പം നിങ്ങൾ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് പോകും. അതുപോലെ രാധാറാണി ഇവിടെ ഓരോ കാൽവയ്പ്പിലും പറയുന്നത്, കൃഷ്ണ കൃഷ്ണ, നീ എന്നെ കാണുന്നില്ലേ കൃഷ്ണ, ഞാൻ നിന്റെ പാദങ്ങളിൽ വീണിരിക്കുകയാണ് കൃഷ്ണ, നീ എന്നിൽ താല്പര്യമില്ലാതെ ഇരിക്കുന്നു. നിനക്കെന്നിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് കൃഷ്ണ, ചന്ദ്രൻ്റെ രശ്മികൾ പോലും എന്നെ കുത്തി നോവിക്കുകയാണ്. അവിടുത്തെ വിരഹം മൂലം ദീനയായി തീർന്നിരിക്കുകയാണ് രാധാറാണി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ രാധാറാണി ശരിക്കും എന്താ പറഞ്ഞിരിക്കുന്നത്? രാധാറാണി പറയുന്നു, കൃഷ്ണ, ഞാൻ നിന്റെ പാദങ്ങളിൽ വീണിരിക്കുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ രാധാറാണി ഞാൻ എന്ന ഭാവം പൂർണ്ണമായും മാറ്റിവെച്ചിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണനിൽ, ശ്രീകൃഷ്ണൻ്റെ കാൽക്കൽ വീണിരിക്കുന്നു, കൃഷ്ണനിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ എന്ന ഭാവം ഉപേക്ഷിച്ചിട്ട് ആര് നിന്നിൽ അഭയം പ്രാപിച്ചാലും നീ അവരെ അനുഗ്രഹിക്കും, അവരെ കൈവിടുകയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കൃഷ്ണ, രാധാജി ഇവിടെ നിന്റെ കാൽക്കൽ വീണിരിക്കുകയാണ്. അതായത് പൂർണ്ണ സമർപ്പണം നടത്തിയിരിക്കുകയാണ്, ഇല്ലേ? കംപ്ലീറ്റ് സറണ്ടർ. അപ്പം രാധാജി ഞാനെന്ന ഭാവം കൈവിട്ട്, കൃഷ്ണ, തോഴി പറയുകയാണ്, രാധാജി ഞാനെന്ന ഭാവം കൈവിട്ട് കൃഷ്ണ നിന്റെ കാൽപാദങ്ങളിൽ വീണിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ആരെങ്കിലും നിന്നെ അഭയം പ്രാപിച്ചാൽ നീ അവരെ കൈവിടില്ലല്ലോ. പണ്ട് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് നീ ആദ്യം സഹായിക്കാഞ്ഞതിൻ്റെ കാരണം പാഞ്ചാലി തൻ്റെ 5 ഭർത്താക്കന്മാരുടെ കരബലത്തിൽ വിശ്വസിച്ചു. ഒടുവിൽ രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ നിന്നെ ആശ്രയിച്ച നിമിഷം, നിന്നെ, അതായത് പാഞ്ചാലി നിന്റെ മുമ്പിൽ സറണ്ടറായ നിമിഷം നീ എന്തു കൊടുത്തു? വസ്ത്രം കൊടുത്തു. അങ്ങനെ നീ സഹായിച്ചു. അതുപോലെ കൃഷ്ണ, പാവൻ രാധാറാണി ഞാനെന്ന ഭാവം മുഴുവനും ഉപേക്ഷിച്ച് കൃഷ്ണ നിന്റെ കാൽക്കൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഇനി നീ കണ്ടില്ല എന്ന് നടിക്കരുത്. പാഞ്ചാലിക്ക് പോലും വസ്ത്രം കൊടുത്തവനെ നീ ഇനി ഇത് കണ്ടില്ല എന്ന് നടിക്കരുത്. അപ്പോൾ കൃഷ്ണ, ഇനിയും നീ താല്പര്യക്കുറവ് കാണിക്കുന്നത് അനീതിയല്ലേ എന്ന് തോഴി ചോദിക്കുകയാണ്. തോഴിമാരെപ്പോഴും ദൂത് കൈമാറാൻ ഭയങ്കര മിടുക്കിമാരാണ് തോഴിയര്. അപ്പോൾ രാധാജി ദുഃഖം കൊണ്ട് ചുട്ട് നീറുകയാണ്. ശീതളിമ പൊഴിക്കുന്ന ചന്ദ്രരശ്മികൾ, അതിനെപ്പോലും താങ്ങാനുള്ള കഴിവ് ആർക്കില്ല? രാധാറാണിക്കിപ്പോൾ ഇല്ല. സാധാരണ ചന്ദ്രൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ നല്ല തണുപ്പും നല്ല സുഖവും അനുഭവപ്പെടണം. എന്നാൽ ഇവിടെ രാധാറാണി വിരഹ ദുഃഖം കൊണ്ട് ചുട്ടുകൊള്ളുകയാണ്. അതുകൊണ്ട് ചന്ദ്രൻ്റെ അമൃത കിരണങ്ങൾ പോലും രാധാറാണിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഓരോ ചുവട് വയ്ക്കുമ്പോഴും രാധാറാണി പറയുകയാണ്, കൃഷ്ണ നീ എവിടെ, കൃഷ്ണ നീ എവിടെ എന്ന് പറഞ്ഞ് സാക്ഷാൽ രാധാറാണി വിലപിക്കുകയാണ്. കൃഷ്ണ എന്ന് തോഴി പറയുകയാണ്. മിടുക്കിയാണ് തോഴി. ഇവിടെ മാധവൻ എന്ന വാക്ക് ജയദേവ കവി ഉപയോഗിച്ചിരിക്കുന്നതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? മാ എന്നാൽ ലക്ഷ്മി ദേവി എന്നാണ് അർത്ഥം.
ധവ എന്നാൽ ഭർത്താവ് എന്നാണ് അർത്ഥം. അപ്പോൾ മാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് എന്നാണ് അർത്ഥം. ഇവിടെ എന്തുകൊണ്ടാണ് ജയദേവ കവി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? രാധാജിയെ എന്നും എതിരാളിയായി കാണുന്നതാണ് ലക്ഷ്മി ദേവി. തന്നേക്കാൾ കൂടുതൽ സ്നേഹം രാധാറാണിയുടെ അടുക്കലുണ്ട് എന്ന ഒരു പരിഭവം ആർക്കുണ്ട്? ലക്ഷ്മി ദേവിക്കുണ്ട്. അപ്പോൾ ആ രാധാജിയെ എതിരാളിയായി കാണുന്ന ലക്ഷ്മി ദേവി പോലും രാധാജിക്ക് ഒരു ദോഷവും എന്തില്ല, ചെയ്യുന്നില്ല. പക്ഷേ കൃഷ്ണൻ രാധാജിയുടെ സ്നേഹത്തിൽ ഉദാസീനനായിട്ടിരിക്കുന്നു. അങ്ങനെ സാക്ഷാൽ കൃഷ്ണൻ, രാധാറാണിയെ സംരക്ഷിക്കേണ്ട കൃഷ്ണൻ രാധാറാണിയുടെ സ്നേഹത്തിൽ ഉദാസീനനായെന്ന് കണ്ടപ്പം ലക്ഷ്മി ദേവിയുടെ സഹോദരനായ ചന്ദ്രൻ തൻ്റെ സഹോദരിയുടെ എതിരാളിയായ രാധാജിയെ തൻ്റെ കിരണങ്ങൾ അയച്ചു പീഡിപ്പിക്കുകയാണ്. ഇതെല്ലാം കൃഷ്ണ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം രാധാജി അനുഭവിക്കുകയാണ്. അതായത് തോഴി വളരെ മിടുക്കിയാണ്. തോഴി പറയുന്നത് മാധവ എന്ന അമ്മായിയുടെ ധവൻ, ലക്ഷ്മി ദേവിയുടെ ഭർത്താവ്, അതായത് കൃഷ്ണ, ലക്ഷ്മി ദേവിയുടെ എന്നത്തെയും എതിരാളിയാണ് രാധാജി. ലക്ഷ്മി ദേവിക്കൊരു എതിരാളിയാണ് രാധാജി. പക്ഷേ ആ ലക്ഷ്മി ദേവി പോലും എന്താണ്, രാധാറാണിയുടെ അവസ്ഥ കണ്ടിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷേ നീ കൃഷ്ണ രാധയെ സംരക്ഷിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മി ദേവിയുടെ സഹോദരനായ ചന്ദ്രൻ വിചാരിച്ചു, എൻ്റെ സഹോദരിക്കൊരു എതിരാളിയാണ് ഈ രാധ, അതുകൊണ്ട് അവളെ നോവിക്കണമെന്ന് കരുതി ചന്ദ്രൻ തൻ്റെ കിരണങ്ങൾ രാധയുടെ ദേഹത്തേക്ക് അയച്ച് രാധാറാണി ചുട്ടു പൊള്ളുകയാണ്. അപ്പം നമ്മൾ പറയത്തില്ലേ, ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ ആരും കയറി ആക്രമിക്കുമെന്ന്. കൃഷ്ണ നീ രാധാജിയെ വിട്ടു, നീ രാധാജിയുടെ അടുത്ത് വിമുഖത കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ചന്ദ്രൻ വരെ രാധാജിയെ ആക്രമിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടുകൊണ്ട് നിനക്കിരിക്കാൻ പറ്റുമോ കൃഷ്ണ? ഇതാണ് മിടുക്കിയായ തോഴി. തോഴിമാരെപ്പോഴും ദൂത് പറയാൻ മിടുക്കികളാണ്. ഇവിടുത്തെ അലങ്കാരം അതിശോക്തിയാണ്. ചന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രൻ്റെ കിരണങ്ങൾ തണുപ്പാണ്. ആ ചന്ദ്രൻ്റെ കിരണത്തിന് വിപരീതമായിട്ട് ചുട്ടുപൊള്ളുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ വിരോധാഭാസം എന്ന് പറയുന്ന അലങ്കാരമാണ്. അപ്പം തോഴി പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തോഴി പറഞ്ഞത് ഇത്രയും ഉള്ളൂ. രാധാറാണി ഓരോ ചുവട് വയ്ക്കുമ്പോഴും പറയുന്നു, കൃഷ്ണ ഞാൻ നിന്റെ പാദങ്ങളിൽ വീണിരിക്കുന്നു, നിന്നെ അഭയം പ്രാപിച്ചിരിക്കുന്നു. ചന്ദ്രൻ്റെ കിരണങ്ങൾ പോലും നീ ഇല്ലാത്തത് കൊണ്ട് എന്നെ ചുട്ടുപൊള്ളിക്കുന്നു എന്ന് പറഞ്ഞാൽ മാധവൻ ലക്ഷ്മി ദേവിയുടെ ഭർത്താവ്. ലക്ഷ്മി ദേവി രാധാജിയുടെ ലക്ഷ്മി ദേവിക്ക് രാധാജി എതിരാളിയാണ്. കൃഷ്ണന് ലക്ഷ്മി ദേവിയേക്കാൾ സ്നേഹം രാധാറാണിയുടെ അടുത്തുണ്ട്. പക്ഷേ കൃഷ്ണൻ രാധാറാണിയെ ഇപ്പം ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചന്ദ്രൻ പോലും തൻ്റെ രശ്മികളെ അയച്ച് രാധാറാണിയെ പീഡിപ്പിക്കുകയാണ്. ഇനിയും കൃഷ്ണ നീ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന രാധയെ ചന്ദ്രൻ പോലും ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കല്ലേ എന്നാണ് തോഴി പറയുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ? ഒരിക്കൽ കൂടി നോക്കേ. പ്രതിപദമിപമതി, പ്രതിപദമിതമതി എന്ന് പറഞ്ഞാൽ ഓരോ കാൽവയ്പിലും നിഗതതി രാധാജി പറയുന്നു, മാധവ അല്ലയോ ലക്ഷ്മി ദേവിയുടെ ഭർത്താവേ, ചരണേ തവ നിന്റെ കാലുകളിൽ പതിതാഹം പതിച്ചിരിക്കുന്നു, വീണിരിക്കുന്നു. പക്ഷേ ത്വയി നീ ആകട്ടെ വിമുഖേ താല്പര്യമില്ലാത്തവനായിരിക്കുന്നു. മയി സപതി ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? സുധാനിധി ചന്ദ്രൻ പോലും തനുദാഹം രാധാറാണിയുടെ ദേഹത്ത് കിരണങ്ങൾ അയച്ച് പൊള്ളിക്കുന്നു. ആര് പോലും, ചന്ദ്രൻ പോലും അങ്ങനെ രാധാജിയുടെ ദേഹത്ത് കിരണങ്ങൾ അയച്ച് പൊള്ളിക്കുന്നു. ഇതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ജയദേവ കവി പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരിക്കൽ കൂടി ഇനി നമ്മുടെ ആരാണ് വിജയലക്ഷ്മി പാടുന്നത് കേൾക്കുക. അതിനുശേഷം അടുത്ത ശ്ലോകം, 7ാമത്തെ ശ്ലോകം പാടുന്നതായിരിക്കും. അപ്പോൾ വിജയലക്ഷ്മി അടുത്ത ശ്ലോകം നന്നായി പാടിത്തരുന്നത് കേട്ടുള്ളൂ.
प्रतिपदमिदमपि निगदति माधव चरणे तव पतिताहं त्वयि विमुखे मयि सपदि सुतानिधिरवि तनुते तनुदाहम् साविरहे तव दीना माधव भवादिव भावनया त्वयि लीना मनसि च विशिख साविरहे तव दीना कृष्णा भावनया त्वयि लीना ध्यानलयेन पुरपरिकल्प्य भवन्तमतीव दुरापं विलपति हसति विषीदति रोदिति चञ्चति मुञ्चति तावम् साविरहे तव दीना माधव भवादिप भावनया त्वयि लीना मनसि च विशिख साविरहे तव दीना कृष्णा भावनया त्वयि लीना. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി ഇത് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പം അടുത്തത് നിങ്ങൾ കേട്ടോളണേ. ധ്യാനലയേന പുര പരികൽപ്യ ഭവന്തമതീവ ദുരാപം വിലപതി ഹസതി വിഷീദതി രോദിതി ചഞ്ചതി മുഞ്ചതി താപം. അർത്ഥം എഴുതിക്കോ. ധ്യാനലയേന, ധ്യാനത്തിലിരിക്കുമ്പോൾ എന്നാണ് അർത്ഥം. ധ്യാനത്തിലിരിക്കുമ്പോൾ. പുര, പുര സമം മുന്നിൽ. പരികൽപ്യ, പരികൽപ്യ സമം സങ്കൽപ്പിച്ചിട്ട്, സങ്കൽപ്പിച്ചിട്ട്. ഭവന്തമതീവം, ഭവന്തമതീവം എത്രയും. അർത്ഥം എഴുതിക്കോണേ, എത്രയും. ദുരാപം, ദുരാപം കിട്ടാൻ പ്രയാസമുള്ള, ദുരാപം കിട്ടാൻ പ്രയാസമുള്ള. കട്ടിവാക്ക് ഉപയോഗിച്ച ദുഷ്പ്രാപ്യം. ഇനി എഴുത് വിലപതി, വിലപതി വിലപിക്കുന്നു, ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് കരയുന്നു, അതാണ് വിലപിക്കുക. പിന്നെ വിലപിക്കുവാട് അർത്ഥം തിരക്കി കിടക്കണ്ട, ഓരോന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കരയുന്നതിനെയാണ് വിലപിക്കുക എന്ന് പറയുന്നത്. ഹസതി, ഹസതി സമം ചിരിക്കുന്നു. വിഷീദതി സമം ദുഃഖിക്കുന്നു, വിഷാദിക്കുന്നു. രോദിതി സമം വിങ്ങിക്കരയുന്നു. രോദിതി എന്ന് പറഞ്ഞാൽ വിങ്ങി, വിങ്ങിക്കരയുന്നു. വിപ് എന്ന ഇംഗ്ലീഷ് വാക്ക്. ചഞ്ചതി ചലിക്കുന്നു അല്ലെങ്കിൽ പോകുന്നു, ചഞ്ചതി. മുഞ്ചതി, മുഞ്ചതി എന്ന് പറഞ്ഞാൽ കൈവിടുന്നു, ഉപേക്ഷിക്കുന്നു, രണ്ടർത്ഥം. കൈവിടുന്നു കോമ ഉപേക്ഷിക്കുന്നു. താപം, താപം സമം ചൂട്, ചൂട്. ഇനി ആ വരി ഒന്നും കൂടെ ഓടിച്ചൊന്ന് വായിച്ചിട്ട് ഞാൻ വിശദമായിട്ട് അർത്ഥം പറഞ്ഞു തരാം. ധ്യാനലയേന, ധ്യാനത്തിലിരിക്കുകയാണ് രാധാറാണി. അങ്ങനെ ഇരിക്കുന്ന രാധാറാണി പുര, പുര തൻ്റെ മുന്നിൽ. പരികൽപ്യ എന്തോ സങ്കൽപ്പിക്കുന്നു. ഭവന്തമതീവം എത്രയും. ദുരാപം ആ സങ്കല്പിക്കുന്ന എന്താന്ന് പറയുകയാണ്, കിട്ടാൻ വളരെ പ്രയാസമുള്ള ഭഗവാനെ സങ്കല്പിക്കുന്നു. എന്നിട്ട് വിലപതി വിലപിക്കുന്നു, ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് കരയുന്നു. ഹസതി ചിരിക്കുന്നു, വിഷീദതി ദുഃഖിക്കുന്നു, രോദിനി വിങ്ങിക്കരയുന്നു, ചഞ്ചതി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു, പോകുന്നു, മുഞ്ചതി താപം തൻ്റെ താപത്തെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നു. അതായത് ധ്യാനത്തിൽ ലയിച്ചുകൊണ്ട് തൻ്റെ മുൻഭാഗത്തായി
കിട്ടാൻ വളരെ പ്രയാസമുള്ള സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് രാധാറാണി ഓരോന്ന് പറഞ്ഞു വിലപിക്കുകയാണെങ്കിലും കണ്ണ നീ എന്നെ ഉപേക്ഷിച്ചല്ലോ, നീ പ്രാണനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉപേക്ഷിച്ചല്ലോ, അങ്ങനെ പറഞ്ഞ് കരയുന്നതിനെയാണ് വിലപിക്കുന്നു. പിന്നെ ചിരിക്കുന്നു. അതൊക്കെ എന്തിനാ ചിരിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അങ്ങ് വിഷാദിക്കുന്നു, പിന്നെ കരയുന്നു, പിന്നെ തിരിഞ്ഞു നടക്കുന്നു. മനസ്സിലായില്ലേ? ഒടുവിലായിട്ട് ദുഃഖം അകറ്റുന്നു. എങ്ങനെ ദുഃഖം അകറ്റുന്നു അതൊക്കെ നമുക്ക് വരാം. ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ജയദേവ കവി പറയുന്നത് സാധാരണക്കാർക്ക് കിട്ടാൻ വളരെ പ്രയാസമുള്ള ആളാണ് കൃഷ്ണൻ. അങ്ങനെ ഒന്നും ഭഗവാനെ കിട്ടില്ല. മറ്റു ദൈവങ്ങളെപ്പോലെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ആളല്ല കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണനെ കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ കിട്ടിയാൽ ഒന്നിച്ചു കൊണ്ടുപോകാം. അതാണ് ഉറിയടി. ഉറിയടി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉറി ഇങ്ങനെ താന്ന് വരും, നമ്മൾ ചാടുമ്പോഴത്തേക്ക് പിടിക്കാതിരിക്കാൻ വെള്ളം കോരി അടിക്കും നമ്മുടെ മുഖത്ത്. മനസ്സിലായില്ലേ? അപ്പം എന്താണ്, പലപ്പോഴും ഉറി നമ്മുടെ കയ്യിൽ കിട്ടിയില്ല എന്നുള്ള തോന്നൽ വരുമ്പം പോകും. ഇതാണ് കൃഷ്ണൻ. ഭഗവാൻ പലപ്പോഴും നമുക്ക് തോന്നും ഭഗവാനെ കിട്ടി, ദാ കിട്ടി എന്ന് തോന്നും. കിട്ടത്തില്ല, പോകും. പക്ഷെ ഉറി ഒരുത്തൻ പിടിച്ചു കഴിഞ്ഞാൽ ആ ഉറി പിന്നെ അവനാണ്. അതിനകത്ത് എന്തുണ്ടോ അത് മൊത്തം അവനാണ്. അതാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണനെ കിട്ടാൻ അത്ര പ്രയാസമാണ്, ദുഷ്പ്രാപ്യനാണ്. അപ്പം സാധാരണഗതിയിൽ നോക്കൂ, അപ്പോൾ രാധാറാണി എന്ത് ചെയ്യുന്നു? ഒരു സങ്കല്പിച്ച് നോക്കുകയാണ് കൃഷ്ണനുണ്ടെന്ന്. നമ്മൾ നടക്കാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ സങ്കല്പിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു കാമുകനുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ആദ്യ രാത്രി വരെ നിങ്ങൾ സങ്കല്പിച്ച് കളയും. അതുപോലെ വിരഹിണിയായി തളർന്നിരിക്കുന്ന രാധാറാണി സാക്ഷാൽ മറ്റുള്ളവർക്ക് കിട്ടാൻ പ്രയാസമേറിയ കൃഷ്ണൻ തൻ്റെ മുമ്പിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. അങ്ങനെ സങ്കല്പിച്ചിട്ട് ആ ഇരിക്കുന്ന കൃഷ്ണനോട് തൻ്റെ ഹൃദയവേദന തുറന്നു പറയുന്നു. അപ്പം കൃഷ്ണനെ കാണാത്തത് കൊണ്ട് രാധാറാണിക്ക് ദുഃഖമുണ്ട്. അപ്പം രാധാറാണി എന്ത് ചെയ്യുന്നു? തൻ്റെ മുന്നിൽ കൃഷ്ണനുണ്ടെന്നങ്ങ് സങ്കല്പിച്ചിട്ട് തൻ്റെ വിഷമങ്ങൾ മുഴുവൻ മുന്നിലിരിക്കുന്ന കൃഷ്ണനോട് തുറന്നു പറയുന്നു. അപ്പം രാധാറാണി തൻ്റെ ഉള്ളിലിരിപ്പ് തുറന്നു പറയുമ്പോൾ ഇവക്ക് ഇത്രയും സ്നേഹം എൻ്റെ അടുത്തുണ്ടല്ലോ എന്ന തോന്നൽ വന്നിട്ട് ആർക്ക് സന്തോഷമാകുന്നു? ഭഗവാന് സന്തോഷമാകുന്നു. ആ ഭഗവാന്റെ സന്തോഷം കണ്ടപ്പോൾ രാധാറാണി ചിരിക്കുന്നു. മനസ്സിലായില്ലേ? രാധാറാണി സങ്കല്പിക്കുക കൃഷ്ണൻ എൻ്റെ മുമ്പിലിരിക്കുന്നു. അപ്പോൾ രാധാറാണി അങ്ങ് സങ്കടം പറയുകയാണ്, കൃഷ്ണ നീ എന്തായി കാണിക്കുന്നത്? നിന്നോട് എനിക്ക് എന്തൊരു സ്നേഹമാണെന്നറിയാമോ? നീ എൻ്റെ പ്രാണനല്ലേ കൃഷ്ണ, എന്നിട്ട് നോക്ക് നീ എൻ്റെ അടുത്ത് വരുന്ന. അപ്പോൾ കൃഷ്ണ ഭഗവാന് രാധയ്ക്ക് എന്നോട് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ കൃഷ്ണൻ്റെ മുഖം പ്രസന്നമായി. ആ പ്രസന്നമായ മുഖം കണ്ടപ്പം രാധാറാണിക്ക് സന്തോഷം വന്നിട്ട് രാധാറാണി എന്ത് ചെയ്തു? ചിരിക്കുന്നു. അതാണ് ഇവിടെ ഹസതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സങ്കല്പമാണ്. പക്ഷേ രാധാറാണിക്ക് ദുഃഖം വരുന്നതിൻ്റെ കാരണം കൃഷ്ണൻ്റെ സന്തോഷം രാധാറാണി കണ്ടു. സാധാരണഗതിയിൽ അങ്ങനെ സന്തോഷം വന്നാൽ കൃഷ്ണൻ അപ്പം തന്നെ രാധാറാണി ആലിംഗനം ചെയ്യും. പക്ഷെ ഇവിടെ ഈ സങ്കല്പത്തിൽ തൻ്റെ മുന്നിലിരിക്കുന്ന കൃഷ്ണൻ മുഖം പ്രസന്നമായിട്ടും തന്നെ ആലിംഗനം ചെയ്യാൻ തയ്യാറാകുന്നില്ല. അപ്പം രാധാറാണിക്ക് ദുഃഖം വന്നു. മനസ്സിലായില്ലേ? അതാണ് അവിടെ ചിരിക്കുന്നു ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞത്. പെട്ടെന്ന് കൃഷ്ണന്റെ രൂപം അങ്ങ് മറഞ്ഞു. കൃഷ്ണൻ അങ്ങനെ ഉണ്ടല്ലോ, ഇരിക്കുന്ന ഇരിപ്പി മുങ്ങിക്കളയും. അപ്പം കൃഷ്ണനെ കാണാനില്ലേ എന്ന് സങ്കല്പിക്കാൻ തുടങ്ങി, എന്ന് കിടന്ന് വിലപിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? കണ്ണനെ അവിടെ എങ്ങും കാണുന്നില്ല. എന്നിട്ട് ഇവിടെ എവിടെയോ കണ്ണൻ ഒളിച്ചു നിപ്പുണ്ട്, ഇതിവൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്ന് പറഞ്ഞ് രാജാജി ഒളിച്ചു നിൽക്കുന്ന കൃഷ്ണനെ തേടി അവിടെ ഇവിടെയും നടക്കും. മനസ്സിലായില്ലേ? ആദ്യം കൃഷ്ണനെ കണ്ടു, സങ്കടം പറഞ്ഞു. അപ്പം രാധയ്ക്ക് സ്നേഹമുണ്ടെന്നോർത്തപ്പം കൃഷ്ണന് സന്തോഷമായി. അത് കണ്ടപ്പം രാധാജിക്ക് പുഞ്ചിരിച്ചു, രാധാജി ചിരിച്ചു. ഇനി സന്തോഷവാനായാൽ കൃഷ്ണൻ രാധാറാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. അത് ചെയ്യാത്തത് കൊണ്ട് രാധാറാണിക്ക് ദുഃഖം വന്നു. പിന്നെ ഇരിക്കുന്ന ഇരിപ്പിൽ മുങ്ങുന്ന പരിപാടിയുണ്ട് കൃഷ്ണന്. അങ്ങനെ കൃഷ്ണൻ്റെ എന്തൊക്കെ സ്വഭാവമുണ്ടോ അതൊക്കെ തൻ്റെ മുന്നിൽ ഇരിക്കുന്നു എന്ന് കരുതുന്ന കൃഷ്ണനുണ്ട് എന്ന്
വിചാരിച്ചിട്ട് രാധാജി അത്രയ്ക്ക് പ്രണയത്തിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്. പെട്ടെന്ന് കൃഷ്ണൻ മുങ്ങിക്കളഞ്ഞു. അപ്പൊ കൃഷ്ണനെ കാണാനില്ല എന്നും പറഞ്ഞ് രാധാജി അവിടെയും ഇവിടെയും എല്ലാം തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്. എന്നിട്ട് രാധാജി പറയുകയാണ്, പെട്ടെന്ന് കണ്ണനാ കണ്ടതായി ഭാവിച്ചു. അതായത് രാധാജി തിരക്കി നടക്കുകയാണ്. എവിടെ കണ്ണ, എവിടെ കണ്ണ, നീ ഇപ്പൊ എൻ്റെ മുന്നിലുണ്ടായിരുന്നല്ലോ, നീ ഇപ്പൊ എൻ്റെ മുന്നിലുണ്ടായിരുന്നല്ലോ, നീ എവിടെ പോയി മറഞ്ഞെന്ന് പറഞ്ഞിട്ട് ദാനിക്കുന്നു, എൻ്റെ കണ്ണൻ ദാനിക്കുന്നു. അതോടെ സന്താപമകന്നു. രാധാജിയുടെ അതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളൊക്കെ കണ്ണനെ കണ്ടപ്പോൾ ഇല്ലാതായി തീർന്നു. ഇതാണ് കൃഷ്ണ. ഇപ്പം രാധാജിയുടെ ഭാവം എന്ന് തോഴി പറയുകയാണ്. കണ്ടില്ലേ കൃഷ്ണ, നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് നോക്ക്. നിന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ കൃഷ്ണ നീ അവിടെ ചെല്ലാഞ്ഞിട്ടും നീ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നിന്റെ മുഖമൊന്ന് പ്രസന്നമായപ്പം രാധാജി സന്തോഷിക്കുന്നു, കണ്ടില്ലേ? പക്ഷേ നിന്റെ ആലിംഗനത്തിന് രാധാജി കൊതിക്കുന്നു, നീ അത് ചെയ്യാഞ്ഞപ്പം ദുഃഖിക്കുന്നു. അപ്പോൾ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നു. നീ മറഞ്ഞപ്പോൾ നിന്നെ തിരക്കി ഓടി നടക്കുന്നു. നിന്നെ കണ്ടപ്പം വിടർന്ന മുഖവുമായി രാധാജി തുള്ളിച്ചാടുകയാണ്. കൃഷ്ണ, ഇനി നീ രാധയുടെ ദുഃഖം കണ്ടില്ല എന്ന് നടിക്കരുത്. ചെല്ലു, വേഗം ചെല്ലു. നിന്നെ ഞാൻ ആ വള്ളിക്കുടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. രാധാറാണി ഇരിക്കുന്നത്, എന്നോടൊപ്പം വരൂ കൃഷ്ണ എന്നാണ് ഇവിടെ ആര് പറയുന്നത്? സഖി പറയുന്നത്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. രസികപ്രിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, രസികപ്രിയയിൽ പറയുന്നത് വിലപതി എന്ന വാക്ക് വിലിഖതി എന്നും വായിക്കാമെന്നാണ് പറയുന്നത്. വിലിഖതി, വിലിഖതി എന്ന് പറഞ്ഞാൽ പെയിന്റിങ്, മനസ്സിലായില്ലേ? ഇവിടെ വിലപതി എന്ന് പറഞ്ഞിരിക്കുന്നത് വിലിഖതി എന്നും വായിക്കാം. എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ രൂപം മുന്നിൽ വരച്ചു വച്ചിരിക്കുന്നു എന്നും അർത്ഥമെടുക്കാം. അങ്ങനെ രണ്ടർത്ഥം നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാം എന്നാ പറയുന്നത്. വിലപതി വിലപിക്കുന്നു, വിലിഖതി എന്ന് പറഞ്ഞാൽ ഇത് വരച്ചു വച്ചിരിക്കുന്നു. രാധാറാണി കൃഷ്ണന്റെ ചിത്രം വരച്ചതിന് ശേഷമാണ് അതിൻ്റെ മുമ്പിൽ നിന്ന് ചിരിക്കുകയും കരയുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ മുമ്പിൽ നിന്ന് കൃഷ്ണനെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ, രാധാജി എങ്ങനെയാണ് കരുതുന്നത്, കൃഷ്ണനെ എനിക്കൊന്ന് കണ്ടാൽ മതി, എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാം കൃഷ്ണൻ പിന്നെ എൻ്റെ നിയന്ത്രണത്തിലാണ്. എന്നെ കാണുന്നത് വരെ മാത്രമേ ഇവന് ഗമയും ജാടയും ഒക്കെ ഉള്ളൂ. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ഓടി വരും, പിന്നെ സറണ്ടറാണ്. അത് സത്യവുമാണ്. ഈ അകന്നിരിക്കുമ്പോൾ ഉള്ള ജാടയൊക്കെ ഉള്ളൂ. രാധാറാണിയെ കണ്ടാൽ എത്ര കടിച്ചു പിടിച്ചിരുന്നാലും കൃഷ്ണന് രക്ഷയില്ല. പിന്നെ കൃഷ്ണൻ രാധാറാണിയുടെ സർവ്വ നിയന്ത്രണത്തിലും ആയിത്തീരും. അതുകൊണ്ട് കൃഷ്ണനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാനാണ് തോഴിയെ പറഞ്ഞ് വിട്ടിരിക്കുന്നത്. ഇവിടെ രാധാജിയെ സംബന്ധിച്ചിടത്തോളം രാധാജിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഭരതമുനിയുടെ നാട്യശാസ്ത്രം പറയുന്ന ഉന്മാദം എന്ന അവസ്ഥയിലാണ്. അതായത് നമ്മുടെ കാമുകനെയോ കാമുകിയെയോ കാണാൻ വയ്യാത്തത് കൊണ്ട് ഭ്രാന്തമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇവിടുത്തെ അലങ്കാരം ദീപക അലങ്കാരമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ പിടികിട്ടിയില്ലേ? ഇനി ഒരിക്കൽ കൂടി ഞാനത് വായിച്ചു തരാം. ധ്യാനലയേന, ധ്യാനിച്ചിരിക്കുന്നു. പുര, മുന്നിൽ. പരികൽപ്യ, മുന്നിൽ കൃഷ്ണനുണ്ടെന്ന് സങ്കല്പിച്ചിട്ട്. എന്താണ്? ഭവന്തം അതീവം, എത്രയും. ദുരാപം, എത്രയും കിട്ടാനായിട്ട് വളരെ കിട്ടാൻ വളരെ പ്രയാസമുള്ള കണ്ണനുണ്ടെന്ന് സങ്കല്പിച്ചിട്ട്. വിലപതി, വിലപിക്കുന്നു. ഹസതി, ചിരിക്കുന്നു. വിഷിതതി, പിന്നെ വിഷാദിക്കുന്നു, ദുഃഖിക്കുന്നു. രോദതി, വിങ്ങിക്കരയുന്നു. ചഞ്ചതി, ചലിക്കുന്നു, കൃഷ്ണനെ തിരക്കി പോകുന്നു. മുഞ്ചതി, ദുഃഖത്തെ ഉപേക്ഷിക്കുന്നു. താപത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ ഉപേക്ഷിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. കൃഷ്ണനെ കാണാഞ്ഞിട്ട് രാധാറാണി കൃഷ്ണൻ മുന്നിലുണ്ടെന്ന് സങ്കല്പിക്കുന്നു. അത് ഒരു ചിത്രം വരച്ചു വെച്ചു എന്ന് വേണമെങ്കിലും പറയാം എന്നാണ് രസികപ്രിയയിൽ പറയുന്നത്. എന്നിട്ട് കൃഷ്ണനോട് തൻ്റെ വിഷമങ്ങൾ പറയുന്നു. അത് കേൾക്കുമ്പം കൃഷ്ണന് സന്തോഷമാകുന്നു. രാധയ്ക്ക് എന്നോട് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ രാധാറാണിക്ക് സന്തോഷമായി ചിരിക്കുന്നു. പക്ഷേ സന്തോഷം വരുമ്പോൾ ചെയ്യുന്ന പ്രക്രിയ ആലിംഗനം ചെയ്യാത്തത് കൊണ്ട് ദുഃഖിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് മറയുന്നു. മറഞ്ഞ കൃഷ്ണനെ ഓടി നടന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നു. കണ്ടു കഴിയുമ്പോൾ രാധാജി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. അങ്ങനെ
ഒരു തരം ഉന്മാദ അവസ്ഥയിൽ നിൽക്കുകയാണ്. കൃഷ്ണ എത്രയും പെട്ടെന്ന് രാധാറാണിയുടെ അടുക്കലേക്ക് വരിക. ഒരിക്കൽ കൂടി ഇത് ഈ 2 ശ്ലോകവും നമ്മുടെ വിജയലക്ഷ്മി ചൊല്ലിത്തരുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വ്യാഴാഴ്ച നമുക്ക് കാണാം. ഉടൻ വരുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത് ആര്? രാധാജിയുടെ പുനർജന്മം. മനസ്സിലായില്ലേ? അത് ആണ്ടാളിൻ്റെ കഥയുമായി ഞാൻ വരുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം 3 മണിക്ക് നാരായണീയവുമായി ഞാൻ വരുന്നുണ്ട്. ബുദ്ധൻ്റെ കഥയുമായി ഉടനെത്തും. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. प्रतिपदमिदमपि निगदति माधव चरणे तव पतिताहं त्वयि विमुखे मयि सपदि सुतानिधिरवि तनुते तनुदाहम् साविरहे तव दीना माधव भवादिव भावनया त्वयि लीना मनसि च विशिख साविरहे तव दीना कृष्णा भावनया त्वयि लीना. ध्यानलयेन पुरपरिकल्प्य भवन्तमतीव दुरापं विलपति हसति विषीदति रोदिति चञ्चति मुञ्चति तावम् साविरहे तव दीना माधव भवादिप भावनया त्वयि लीना मनसि च विशिख साविरहे तव दीना कृष्णा भावनया त्वयि लीना.